ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ലൈവിൽ കാണിക്കുന്നത് ഭയങ്കരമായ അടിയാണ്. അതായത് ജിൻഡോയും ജാസ്മിനും തമ്മിൽ ഭയങ്കര അടി നടക്കുകയാണ്. രാവിലെ മുതലേ പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ജിൻഡോയും ജാസ്മിനും ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും രണ്ടുപേർക്കും ഉള്ളിലൊരു ഒരു ദേഷ്യമുണ്ട്. അപ്പോൾ അത് രണ്ടുപേരും അവർ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും അവർ തമ്മിലൊരു ഫൈറ്റ് ഇന്നലെ ഉണ്ടായിരുന്നു, അതുപോലെ ഇപ്പോൾ ഇന്നുണ്ട്. ഇന്നത്തെ ഫൈറ്റിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ, ശ്രീതു വന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞു. ജിൻഡോ ക്യാപ്റ്റനാണല്ലോ, ക്യാപ്റ്റനോട് ശ്രീതു പറഞ്ഞൊരു കംപ്ലയിൻറ്റ്, ടിഷ്യൂ അവിടെയൊക്കെ ഇങ്ങനെ ചുരുട്ടി വയ്ക്കുന്നു, ബെഡിൽ ടിഷ്യൂ വെച്ചിട്ട് പോകുന്നു, അതുപോലെ തന്നെ ടോയ്ലറ്റിൽ ടിഷ്യൂ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചുരുട്ടി എവിടെയെങ്കിലൊക്കെ വെക്കുന്നു, വേസ്റ്റ് ബിന്നിലിടാതെ വെച്ചിട്ട് പോകുന്നു. അത് ശരിയല്ല, അത് ആരാണെന്ന് അറിയില്ല ചെയ്തത്, പക്ഷെ അത് ആരാണെങ്കിലും ശരിയല്ല എന്ന് പറഞ്ഞ് ക്യാപ്റ്റനോട് ശ്രീതു ഒരു പരാതി പറയുന്നുണ്ട്. അപ്പോൾ ഈ കംപ്ലയിൻറ്റ് കേട്ടപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അത് ജാസ്മിൻ്റെ ആണെന്ന്. അപ്പോൾ ജാസ്മിനോട് ചോദിക്കുന്നു, ജാസ്മിൻ അത് സമ്മതിക്കുന്നു, ജാസ്മിൻ വെച്ചതാണെന്ന്. ക്യാപ്റ്റൻ ജിൻഡോ പറയുന്നുണ്ട് അതെടുത്ത് മാറ്റണം, അങ്ങനെ വെക്കാൻ പാടില്ല, കാരണം ടിഷ്യൂ ഇങ്ങനെ അവിടെയൊക്കെ കൊണ്ട് ചുരുട്ടി വെക്കുന്നതൊന്നും അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. അത് മാത്രമല്ല, ഒരാൾ ഉപയോഗിച്ചത് വേറെ ആൾക്കാർ വന്നെടുത്ത് കളയുക, അതൊന്നും ശരിയായ കാര്യമല്ല. അവിടെ എല്ലാവർക്കും ഒരു ഡ്യൂട്ടി ഉണ്ട്, അവരെല്ലാവരും ആ ഡ്യൂട്ടീസ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരാൾ ജാസ്മിൻ ബെഡിലൊക്കെ വെച്ചിട്ട് പോകുന്നതൊന്നും അതും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഇതിപ്പം മാത്രമല്ല, ഇത് എന്നും ഉള്ളൊരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീതു അത് കംപ്ലൈൻ്റ് ആയി ജിൻഡോയോട് പറഞ്ഞത്. ജാസ്മിൻ എടുത്ത് കളയാനായിട്ട് ആ ഒരു ജിൻഡോ പറയുമ്പോൾ ജിൻഡോയോട് തനിക്ക് എന്താ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ജാസ്മിൻ എതിർക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ജിൻഡോ വേറൊരു ടോപ്പിക്ക് കൂടി പറയുന്നുണ്ട്. ജാസ്മിൻ അന്നത്തെ കാര്യം, ജാസ്മിൻ ചെരുപ്പിടാതെ നടക്കുന്നത്. അപ്പോൾ ചെരുപ്പിടാതെ തന്നെ ജാസ്മിൻ ടോയ്ലറ്റിൽ പോകും, അതുപോലെ തന്നെ ടോയ്ലറ്റിൽ നിന്ന് വന്ന ശേഷം വീട് ഫുള്ള് നടക്കുന്നു, അല്ലെങ്കിൽ ബെഡിൽ കയറിയിരിക്കുന്നു, പിന്നെ സോഫയിലിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഹൈജീനിൻ്റെ ഒരു കുറവാണ്. ഇപ്പോൾ ടോയ്ലറ്റിൽ പോലും ചെരുപ്പിടാണ്ട് പോയിട്ട് ആ കാല് വെച്ച് കയറി സോഫയിലിരിക്കും, മറ്റുള്ളവർ വന്നിരിക്കുന്നതല്ലേ, അതൊന്നും ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ ജിൻഡോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജാസ്മിൻ വേഗം കാലും ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇരുന്നിട്ട് താൻ എന്ത് ചെയ്യും, ഞാൻ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവിടെയുള്ള മറ്റു ആൾക്കാർ എല്ലാവരും വന്ന് പറയുന്നുണ്ട് ജാസ്മിൻ്റെ അടുത്ത്, ഇപ്പോൾ ടിഷ്യൂ ഒക്കെ ചുരുട്ടി ഇങ്ങനെ വെച്ചത് അതൊക്കെ എടുത്ത് മാറ്റണം, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോഴും ജാസ്മിൻ അത് ഇഗ്നോർ ചെയ്യുകയാണ്. ജാസ്മിൻ ആ ദേഷ്യത്തിൻ്റെ പുറത്ത് ജാസ്മിൻ അവർ പറയുന്നൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവസാനം റസ്മിൻ വന്ന് പറയുന്നുണ്ട് ജാസ്മിൻ അപ്പോൾ ജാസ്മിൻ അപ്പോഴും കാലിങ്ങനെ കയറ്റി സോഫയിലിരിക്കുകയാണ്. അപ്പോൾ റസ്മിൻ വന്ന് പറഞ്ഞു, ജാസ്മിൻ പിന്നെ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഭയങ്കരമായ ഫൈറ്റ്, അതായത് ജാസ്മിൻ അത് ചെയ്യില്ല എന്ന് പറഞ്ഞെടുത്ത് മാറ്റില്ല, ആ ഒരു ഇതിലിങ്ങനെ ഉറച്ചു നിൽക്കുകയാണ് ജാസ്മിൻ എന്ന് പറഞ്ഞ്. എനിക്ക് തോന്നുന്നു ജാസ്മിൻ്റെ ഒരു പുതിയൊരു ഗെയിം എനിക്ക് തോന്നുന്നത് ജാസ്മിൻ ഒറ്റപ്പെടാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും കൂടി എന്നെ കോർണർ ചെയ്യുന്നു. കാരണം ഇന്നലെ രാത്രി സായിയുടെ അടുത്തും അതുപോലെ നന്ദനൻ്റെ അടുത്തൊക്കെ ചെന്ന് പറയുന്നുണ്ട്, ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, കോർണർ ചെയ്യുന്നത്, അപ്പം ഞങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് പുറത്ത് കയ്യടി കിട്ടുമോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ സായിയും വിട്ടുകൊടുക്കുന്നില്ല. സായിയും പറയുന്നുണ്ട്, നിങ്ങളങ്ങനെ ഒറ്റപ്പെടുന്നതായിട്ട് അഭിനയിക്കുമ്പോൾ നിങ്ങൾ പുറത്ത് അപ്പോൾ നന്ദന ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പുറത്ത് രാജാവാകാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾക്കും പുറത്ത് കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടാണോ നിങ്ങളും ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം ഈ ടിഷ്യൂ ആണ്. ടിഷ്യൂ ഇങ്ങനെ അവിടെ വെക്കുന്നതും, അതുപോലെ തന്നെ ടോയ്ലറ്റിൽ ഇങ്ങനെ ഹൈജീൻ്റെ കുറേ കുറവുകൾ കാണിക്കുന്നുണ്ട്. നമ്മൾക്കറിയാം, ഇതിന് മുമ്പ് ജാസ്മിൻ ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ്, ചായയിലേക്ക് തുമ്മിയിട്ടിട്ട് ഒരു ഡയലോഗ് കൂടി പറഞ്ഞത്, അതായത് കുറച്ച് ടേസ്റ്റ് കൂടട്ടെ. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമ്മൾ വേറൊരാൾ തുമ്മിയിട്ടേക്കുന്ന ഒരു ചായ നമ്മൾക്ക് തന്ന് നമ്മൾ ആരെങ്കിലും കുടിക്കുമോ? തീർച്ചയായിട്ടും കുടിക്കില്ല. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ കുറേ ഹൈജീൻ്റെ കുറവോടെ കാണുന്നുണ്ട്. ലാലേട്ടൻ വന്നൊരു എപ്പിസോഡിൽ ലാലേട്ടന് ചോദിക്കുമ്പോൾ പലരെടുത്ത് പറയുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്താണെങ്കിലും ജാസ്മിനെ കാണിക്കുന്നതും ഒന്നും ശരിയല്ല. പിന്നെ ജിൻഡോ ഇവർ തമ്മിലൊരു ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ജിൻഡോ ഇപ്പം എന്ത് പറഞ്ഞാലും ജാസ്മിൻ അതിന് തിരിച്ചു, അതായത് ജിൻഡു ഇപ്പോൾ ഹാഷായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ജാസ്മിനും അതുപോലെ തന്നെ ഹാഷായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഈ ജാസ്മിൻ്റെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഒന്നും അവിടെ നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെടുന്നതാണ്. നമുക്കറിയാം പണ്ടത്തെ എപ്പിസോഡിൽ, അതായത് ഇതിന് മുമ്പത്തെ സീസണിലൊക്കെ ഡോക്ടർ രജിത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഒറ്റപ്പെട്ട് കോർണർ ചെയ്തൊക്കെ ഇരിക്കുമ്പോഴും പുള്ളി ഇതുപോലെ ഇത്രമാത്രം ബഹളം ഉണ്ടാക്കാനൊന്നും പോയിട്ടില്ല. പക്ഷേ ജാസ്മിന് അതെന്തായാലും പറ്റില്ല. ജാസ്മിന് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ജാസ്മിൻ ഇപ്പോൾ ഒറ്റപ്പെടാൻ ശ്രമിച്ചാലും ഒറ്റപ്പെട്ടിരുന്നാലും ജാസ്മിൻ നന്നായിട്ട് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഒരു ഒറ്റപ്പെടലായി പോയില്ലല്ലോ. അപ്പോൾ അതങ്ങനെ നടക്കുകയാണ്. അതുപോലെ തന്നെ രാവിലത്തെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മോർണിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. ഈ മോർണിംഗ് ആക്ടിവിറ്റീസിൽ ജിൻഡോ ആണല്ലോ ക്യാപ്റ്റൻ. അപ്പോൾ ജിൻഡോൻ്റെ കയ്യിൽ ലെറ്റർ ഉണ്ടായിരുന്നു. ലെറ്റർ ജിൻഡോൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു. അത് കണ്ടപ്പോഴേക്കും ജാസ്മിൻ കളിയാക്കി പറഞ്ഞു, ഉത്തരത്തിൽ എടുക്കുന്ന സമയത്ത് കഷത്തിലിരിക്കുന്നത് പോകാതെ നോക്ക് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ
കക്ഷത്തിലിരിക്കുന്നത് പോകാതെ നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ജിൻഡോ എന്നെ മറുപടിയായിട്ട് കൊടുത്ത എൻ്റെ കക്ഷത്തിൽ ഉള്ളത് ഞാൻ വടിച്ചു കളഞ്ഞു, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ജാസ്മിൻ ചോദിച്ചു ഇയാൾ എന്ത് വൃത്തിയാണ് പറയുന്നത്, ഇങ്ങനെയൊക്കെ പറയാമോ? അപ്പോൾ റസ്മിനും അതിലിടപെട്ടു, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അതും ഒരു ഇഷ്യൂ ആക്കി എടുത്തു. ആ സമയത്ത് സിബിൻ പറഞ്ഞൊരു കാര്യം, നീ പറഞ്ഞതിനുള്ള മറുപടിയാണ് അയാൾ തന്നത്. ജിൻഡോ പറഞ്ഞു, അത് എൻ്റെ കക്ഷത്തിൽ വേറെ ഒന്നുമില്ല, എൻ്റെ കക്ഷത്തിലുള്ളത് അതാണ്, അത് ഞാൻ വടിച്ചു കളഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്ന് ജിൻഡോ പറയുന്നുണ്ട്. അതെന്തായാലും ജാസ്മിൻ ചോദിച്ച് മേടിച്ചൊരു കാര്യം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം നമുക്കറിയാം പഴഞ്ചൊല്ലുകൾ പറയുന്നൊരു പോലെ ഒരു ഇതിൽ പറഞ്ഞതാണ്. എന്നിരുന്നാലും അതിൻ്റെ മറുപടിയായിട്ട് അയാൾ പറഞ്ഞു. അപ്പോൾ ജാസ്മിന് കഷം എന്ന് പറയാമെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് അത് പറഞ്ഞുകൂടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിബിനും അത് പറയുന്നുണ്ട്, നീ ചോദിച്ച് മേടിച്ചതാണ്, നീ പറഞ്ഞതിനുള്ള മറുപടി, നിനക്ക് കക്ഷം എന്ന് പറയാമെങ്കിൽ പിന്നെ ജിൻഡോയ്ക്ക് എന്തുകൊണ്ട് ആ വാക്ക് പറഞ്ഞുകൂടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോ വാക്കിലും ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തൂങ്ങി, അതായത് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാം, അതുപോലെ എങ്ങനെ ഒറ്റപ്പെടാം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറിയൊരു വാക്ക് പറഞ്ഞപ്പോൾ ഇപ്പം അതിൽ കടിച്ചു തൂങ്ങിയ പ്രശ്നങ്ങളാണ് അവിടെ. അപ്പോൾ ജാസ്മിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജാസ്മിൻ ഗബ്രി എനിക്ക് തോന്നുന്നു കുറച്ച് ഒരുപാടല്ലെങ്കിലും കുറച്ചും ഒതുങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം മറ്റുള്ളവർക്കൊന്നും ഇവരുടെ ഒരു പ്രവർത്തികൾ ഇഷ്ടമല്ല. കാരണം ശരണ്യാണെങ്കിലും ഇന്നലെ പറഞ്ഞു, നിങ്ങളുടെ ഡ്രാമ മതിയാക്കിക്കോ, ഞങ്ങൾക്കെല്ലാം ബുദ്ധിയുള്ളവരാണ്, ഞങ്ങളൊന്നും ഫൂളല്ല, ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കും, ഞങ്ങളാരും ഫൂളല്ല എന്നൊക്കെ ശരണ്യ പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു ജബ്രി കോംബോ തകർന്നു. പിന്നെ ഇനി അടുത്തുള്ളത് കോർണർ ആയിപ്പെട്ടു, ഒറ്റപ്പെടുത്തി ആ ഒരു ഗെയിമാണെന്ന് തോന്നുന്നു. പക്ഷെ അതും അധികം നാൾ അവിടെ നിലനിൽക്കാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഇവർ പറയുന്ന 12 പേര് ഞങ്ങൾക്കെതിരെ, 11 പേര് ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവരവിടെ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് മറ്റുള്ളവർ കൊടുക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. എന്നിരുന്നാലും ഇവർക്ക് ഒരിക്കലും ഒറ്റപ്പെടാൻ കഴിയില്ല. കാരണം ഇവർ ഒറ്റപ്പെട്ട് ഇരുന്നാലും പിറ്റേ ദിവസം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, പ്രശ്നം ഉണ്ടാക്കും. ശരണ്യ തന്നെ ചോദിക്കുന്നുണ്ട്, ഒരു ദിവസം കരച്ചിലും ബഹളവും മിണ്ടാതിരിക്കൽ, ഭയങ്കര ബഹളം കരച്ചിലായിരിക്കും, അടുത്ത ദിവസം വന്ന് എല്ലാവരുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കും, പിന്നെയും നാടകം. ആ ഡ്രാമയിന് ഇവിടെ നടക്കില്ല, ഞങ്ങളൊന്നും മണ്ടന്മാരല്ല എന്ന് ശരണ്യ ഇന്നലെ ജാസ്മിൻ്റെയൊക്കെ മുഖത്ത് നോക്കിയാണ് സംസാരിച്ചത്. അപ്പം അതുപോലെ തന്നെ അവിടുത്തെ ഓരോ ആളുകളും, ശ്രീദേവി ആയിക്കോട്ടെ, ഓരോ ആളുകളും ഇവർക്കെതിരെ, അതായത് ഇവരുടെ ഈ ഒരു നാടകം ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു ക്വാളിറ്റി ഉള്ളൊരു ഷോയിൽ വന്നിട്ട് ഇതുപോലത്തെ ഒരു കാര്യം കാണിക്കേണ്ട യാതൊരു ആവശ്യം തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ഇൻഡിവിജ്വലായിട്ട് എന്തൊക്കെയോ നല്ല നല്ല കാര്യങ്ങൾ കളിക്കാം, അല്ലെങ്കിൽ ഇത്രയും കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോ ആണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ എത്രയോ നല്ല ആക്ടിവിറ്റീസും ഒരുപാട് നല്ല കോമഡിയും നല്ല ഒരു എൻ്റർടൈനായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനെ വെറുതെ അവർ വേറെ രീതിയിൽ വളച്ചൊടിച്ച്, അതായത് വേറെ ഒരു കുട്ടികളൊക്കെ കാണുന്ന ഒരു ഷോ അത് കാണിക്കാൻ പറ്റാത്തൊരു രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത്. അപ്പം അതൊന്നും വലിയ അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. അതുപോലെ ഹൈജീനൊക്കെ, അതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതും കുറച്ചും കൂടി നീറ്റായിട്ടൊക്കെ അവർക്ക് ചെയ്യാമായിരുന്നു. എന്താണെങ്കിലും ലൈവിൽ ഇങ്ങനെ ഭയങ്കര അടി നടക്കുകയാണ്. അപ്പോൾ ആരും വിട്ടുകൊടുക്കുന്നില്ല. പുതിയ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോസ് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച്.